മലപ്പുറം എടപ്പാളിൽ CI2 തൊഴിലാളികളെ കണ്ട് ഭയന്നോടി കെട്ടിടത്തിൽ നിന്ന് വീണ യുവാവിന് പരിക്കേറ്റ സംഭവത്തിൽ 5 പേരെ കൂടി ചങ്ങരംകുളം പോലീസ് പ്രതി ചേർത്തു. അതിനിടെ സംഭവത്തിൽ പ്രതികരണവുമായി CI2 പ്രവർത്തകരും രംഗത്തെത്തി. CI2 പ്രവർത്തകർ ആക്രമിച്ചെന്ന രീതിയിൽ പുറത്തുവരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് തൊഴിലാളികൾ പറഞ്ഞു. എടപ്പാളിൽ കരാർ തൊഴിലാളികൾ നിർമ്മാണ സാമഗ്രികൾ ഇറക്കുമ്പോൾ CITUക്കാർ എത്തി ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്ന തൊഴിലാളികളുടെ പരാതിയിലാണ് 5 പേരെ കൂടി പ്രതികളാക്കി ചങ്ങരംകുളം പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതോടെ കേസിൽ പ്രതികളായവരുടെ എണ്ണം 10 ആയി. കൈകൊണ്ടും ഫൈബർ ട്യൂബ് ലൈറ്റ് കൊണ്ടും അടിച്ചു പരിക്കേൽപ്പിച്ചെന്നാണ് കേസ്. മനഃപൂർവ്വമായി പരിക്കേൽപ്പിക്കുക, സംഘം ചേർന്ന് ആക്രമിക്കുക, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക, അസഭ്യം പറയുക എന്നീ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. വിഷയത്തിൽ പ്രതികരണവുമായി CITU തൊഴിലാളികളും രംഗത്തെത്തി. കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ ആക്രമിച്ചെന്ന രീതിയിൽ പുറത്തുവരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നാണ് CITUവിന്റെ പ്രതികരണം. തങ്ങളുടെ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ബിൽഡിംഗ് ഉടമയുമായി വിഷയം സംസാരിച്ചിരുന്നു. അതിനപ്പുറം ആക്രമണം നടത്തിയെന്ന രീതിയിൽ പുറത്തുവരുന്ന വാർത്തകൾ തെറ്റാണെന്നും തൊഴിലാളികൾ പറഞ്ഞു. കഴിഞ്ഞ മുതൽ ഞങ്ങൾ നോക്കൂലിന്ന് ഞങ്ങൾ എടപ്പാൾ യൂണിയനല്ല CITU ഇതുവരെ വാങ്ങിയിട്ടില്ല. അതിനുള്ള അത് വാങ്ങൂല്ല. നോക്കൂലിക്ക് എന്നും CITU എതിരാണ്. ആ ഒരു നിലപാട് തന്നെയാണ് ഞങ്ങളുടെ അടുത്തുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിന്നത്. പക്ഷേ ഇന്ന് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അത് ഞങ്ങളൊരു തൊഴിൽ നഷ്ടപ്പെടരുതെന്നുള്ള ഒരു സംസാര രീതി ഞങ്ങൾ ആ ഓണറായിട്ട് സംസാരിക്കും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ സംസാരിച്ചതും. പിന്നെ ഞങ്ങളവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു സംഘടന നടന്നിട്ടുണ്ടെങ്കിൽ 2 ഭാഗത്തും പരിക്കുണ്ടാവുക. അല്ല, സംഘടന തന്നെ ഒരു ഇതാകുമ്പോൾ പല ആൾക്കാർക്കും പരിക്ക് പറ്റില്ല. അതൊന്നുമില്ലാതെ ആ ഒരു പയ്യൻ മാത്രം കാലിൻ്റെതല്ല, ആ പയ്യന് വേറെ എവിടെയും കൂടി ഒരു ഇതില്ല. തൊഴിൽ തർക്കവും അപകടവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വിഷയത്തിലെ ദുരൂഹത കൂടി അന്വേഷിക്കപ്പെടണമെന്നും CITU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MB ഫൈസൽ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന കെട്ടിട പണിയുമായി ബന്ധപ്പെട്ട ഒരു തൊഴിലാളിയെ കാണാനില്ല എന്നും എന്തോ ഒരു ചെറിയ അപകടം സംഭവിച്ചു എന്നുള്ള വാർത്ത ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ തൊഴിലാളികൾ, ചുമട്ടു തൊഴിലാളികളും അവിടെ കൂടിയ ആളുകളും എല്ലാവരും ചേർന്നാണ് ഈ അപകടത്തിൽപ്പെട്ട തൊഴിലാളിയെ കണ്ടെത്തുകയും അയാളെ അവിടെ നിന്ന് എടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്ന് വിദഗ്ധ ചികിത്സ വേണ്ടിവരുമെന്ന് വന്നപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നേതൃത്വം ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു സംഘർഷമോ ഒരു അതിക്രമമോ ഒരു വാക്കേറ്റമോ കയ്യാങ്കളിയോ ഒന്നും ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ സംസാരം ഉണ്ടായിട്ടുണ്ട്. കാരണം തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ, വരുമാനം നഷ്ടപ്പെടുമ്പോൾ ആ തൊഴിലും വരുമാനവും സംരക്ഷിക്കാൻ ഇടപെടുക എന്നുള്ളത് ഞങ്ങളുടെ നയം തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അത് സംഘർഷമൊന്നുമല്ല. വ്യാഴാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. എടപ്പാൾ ടൗണിലെ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ ഇലക്ട്രിക് സാമഗ്രികൾ ഇറക്കിയ തൊഴിലാളികളെ CITUക്കാർ ആക്രമിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതിയുള്ളത്. ഇതോടെ ഇവർ അടുത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് ഓടിക്കയറിയെന്നും മറ്റൊരു കെട്ടിടത്തിലേക്ക് ചാടുന്നതിനിടെ വീണ് ഫയാസിന്റെ കാലിന് പരിക്കേൽക്കുകയുമായിരുന്നു. പരിക്കേറ്റ ഫയാസ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. എന്നാൽ പരാതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾക്ക് പരാതിക്കാരനും മറ്റു തൊഴിലാളികളും തയ്യാറായില്ല. ന്യൂസ് മലയാളം, മലപ്പുറം.